ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് കേട്ടോ നമ്മുടെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ കോഴിക്കുഞ്ഞ്. അത് ഏകദേശം ഇത്ര വലിപ്പമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞിനെ. ഭയങ്കര ഒരു കുസൃതിയായിട്ടുള്ള കോഴിക്കുഞ്ഞാണ് കേട്ടോ ഇത്. ഭയങ്കര കുസൃതിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കൂട്ടിലിട്ടിട്ടാണ് കേട്ടോ. കൂട്ടിലെ മീൻസ് നമ്മുടെ കോഴിക്കൂട്ടിലിട്ടിട്ടല്ല വളർത്തണത്. നമ്മൾ ചെറിയൊരു കൂട്ടിൽ വേറെയാണ് കേട്ടോ ഇവനെ വളർത്തണത്. അപ്പോൾ ഇതിനെ കണ്ടിട്ട് എനിക്കൊരു ബോയ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് നിങ്ങൾ പറയട്ടെ. ഇത് പൂവനാണോ പെടയാണോ എന്ന് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കാറില്ല കേട്ടോ. നമ്മുടെ പിന്നാലെ വരും. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എവിടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നാലെ വരും കേട്ടോ. ഭയങ്കര പേടിയാണ് നമ്മുടെ കോഴിക്കുഞ്ഞിനെ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പുറത്തിറക്കാറൊന്നുമില്ല. ചിലപ്പോൾ കുഞ്ഞു പ്രായമായ കാരണം വല്ല കാക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള കോഴികളൊക്കെ പുറത്ത് വിട്ടപ്പോൾ നമ്മുടെ കുഞ്ഞിക്കോഴീനെ ഒന്ന് ജസ്റ്റ് ഞാൻ പുറത്തിറക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ ഉള്ളിൽ തന്നെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള കോഴികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഞാൻ ഇന്നാള് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒരാഴ്ച മുന്നേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കോഴികളിൽ രണ്ടാളാണ് ഈ നിൽക്കുന്നത്. ഒരു അതുല്യം ഒരു ഗ്രാമശ്രീ കോഴീനെയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുല്യനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ കോഴികളിൽ വെച്ച് ഏറ്റവും സുന്ദരി നമ്മുടെ അതുല്യാണ്. ബാക്കിയുള്ളവരൊക്കെ സുന്ദരിമാർ തന്നെയാണ് കേട്ടോ. സുന്ദരനും സുന്ദരിയൊക്കെ തന്നെയാണ്. എന്നാലും ഇവളെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇവിടെ ആകെ ചിക്കി മാന്തി നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇപ്പോ ഈ കോഴികളൊക്കെ ചെറുതായിട്ട് വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കോഴികള് മുകളിൽ ഉണ്ടായിരുന്ന ഒരു 4 എണ്ണം, അതിൽ 2 എണ്ണം പെടയും 2 എണ്ണം പൂവനാണ് കേട്ടോ. അപ്പൊ അതിലൊരു കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം മുട്ടയിടാറാവുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 എണ്ണം പൂവൻ കോഴികളാണ് കേട്ടോ. അപ്പൊ ഞാൻ വൈകിട്ട് സമയങ്ങളിൽ ഇവിടെയൊക്കെ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് വൈകിട്ട് അഴിച്ചിടുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ചിക്കി മാന്തി കെടുക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. അപ്പൊ തണവല്ലേ, അവരിങ്ങനെ ചിക്കി മാന്തി അതിൽ കുറേ നേരം കെടുക്കും കേട്ടോ. അപ്പൊ അവരുടെ ബോഡിയിലേക്ക് നന്നായിട്ട് തണവ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ സന്ധ്യ സമയങ്ങളിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അഴിച്ചിട്ട് സന്ധ്യ ആകുമ്പോഴേക്കും ഇവര് കൂട്ടിൽ കയറും കേട്ടോ. അപ്പൊ ആ സമയമാണ് നമുക്ക് അഴിച്ചിടാനായിട്ട് സേഫ്. അപ്പൊ അതേ നമ്മുടെ വീട്ടിലെ ഗ്യാങ് ലീഡറാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ 10-18 കോഴീനെ എന്താ പറയാ കെയർ ചെയ്ത് നടക്കുന്ന പൂവൻ കോഴിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇവനാണ് കേട്ടോ എല്ലാവരെയും കൊണ്ട് നടക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയാണ്. അപ്പൊ കോഴികളെ വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും വളർത്തിക്കോളൂ കേട്ടോ. നന്നായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ചെറിയൊരു ജോലിയാണ് നമ്മുടെ കോഴി വളർത്തല്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കോഴികളെ വളർത്തണേക്കാട്ടും നല്ലത് നമ്മൾ കുറച്ച് കോഴികളെ മേടിച്ച് ആദ്യം വളർത്തിയതിന് ശേഷം നമ്മളത് എണ്ണം കൂട്ടുകയാണ് കേട്ടോ നല്ലത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് കോഴികളെ മേടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് അവരുടെ ഒരുപോലെ നമുക്ക് ഒരു കോഴിക്ക് അസുഖം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കോഴി വളർത്തലെന്ന് പറഞ്ഞ ബിസിനസ് നമ്മുടെ മൊത്തമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് മേടിച്ചിടുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിനായിട്ട് എല്ലാവരുടെയും നമുക്ക് ഒരുപോലെ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ച് കോഴികളെ മേടിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരെ എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കോഴികളെ വളർത്തുന്നവരോടാണ് കേട്ടോ ഞാനിപ്പോ ഇത് പറയുന്നത്. അപ്പൊ ഒരുപാട് കോഴികളെ നമ്മൾ ആദ്യം തന്നെ ഒന്നും അറിയാതെ വളർത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ കോഴി ഫാമൊക്കെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നവും കേട്ടോ. അപ്പൊ നമുക്ക് അവർക്ക് എത്ര കോഴികളെ വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് വളർത്താനായിട്ട് പറ്റും. പിന്നെ നമുക്കിപ്പോൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്ക് പരമാവധി അസുഖങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കുന്നുണ്ട് കേട്ടോ. ഈ വാക്സിനേഷനിലൂടെ തന്നെ നമുക്ക് കോഴി വസന്ത അതുപോലുള്ള പല അസുഖങ്ങളൊന്നും ഇപ്പോൾ പഴയ പോലെ വരുന്നില്ല.
പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ നമ്മൾ സപ്ലിമെന്റ്സ്, ഇപ്പോൾ കാൽസ്യം ആയാലും വൈറ്റമിൻ ആയാലും അതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ കോഴികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്താനായിട്ട് പറ്റും. അപ്പൊ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഴി വളർത്തലൊക്കെ വളർത്താനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും മുന്നോട്ട് വന്നോളൂ. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോണവരാണെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ട് നമുക്ക് വരുമാനം, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട നമുക്ക് കിട്ടിയിട്ട് പുറത്തേക്ക് കൊടുക്കാനായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നാടൻ കോഴികളാണെങ്കിലും പോലും, അല്ലെങ്കിൽ മുട്ടക്കോഴികളോ, കോഴി വളർത്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനം കിട്ടുന്ന, എനിക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം കിട്ടുന്ന ഒരു, എന്താ പറയാ, ജോലിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു ടൈം പാസ് പോലെയാണ് കേട്ടോ. നമുക്ക് കുറച്ചു നേരം നമുക്ക് ഇവർക്ക് ചെലവഴിക്കാനുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടും നമുക്ക് വരുമാനമൊക്കെ കണ്ടെത്താനായിട്ട് സുഖമായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇവര് തീറ്റ ചെലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോ നമ്മുടെ വീട്ടിലത്തെ മുട്ട ആവശ്യങ്ങൾക്ക് മുട്ട എടുത്തതിന് ശേഷം തീറ്റ മേടിക്കാനും നമുക്ക് കുറച്ച് സേവിങ്സിനുള്ള പൈസ വരെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് തീറ്റ കൊടുത്തിട്ട് മുതലാവുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ കോഴിക്കാഷ്ടവും പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ളത് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് നമ്മൾ കോഴിക്കാഷ്ടം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചാരും അതുപോലെ തന്നെ കോഴിക്കാഷ്ടം മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളാണ് കേട്ടോ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കാഷ്ടം മാത്രമല്ല, അപ്പൊ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചാരം വിതറി കൊടുക്കാറുണ്ട് കേട്ടോ. വെണ്ണീർ നമ്മുടെ കോഴിക്കാഷ്ടത്തിന്റെ മുകളിലായിട്ട് ലെയർ പോലെ നമ്മൾ സ്മെല്ല് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരാഴ്ചയിലാണ് നമ്മളത് മാറ്റാറുള്ളത്. അപ്പൊ കൂട്ടിലിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കോഴിക്കാഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനത് ടെറസിൽ കൊണ്ടുപോയി പിന്നീട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഉണക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കൃഷിക്കൊന്നും, തെങ്ങിനായാലും വേറെ ഇതിനൊന്നും നമ്മൾ ഈ കോഴിക്കാഷ്ടം ഇടുന്നില്ല. ഈ ചൂട് സമയമായ കാരണം നനവുള്ള സ്ഥലങ്ങളിൽ, നനവുള്ളിടത്ത് മാത്രമാണ് നമ്മൾ ഇതിടാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലാച്ചെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ട് വീര്യം കൂടുതലുള്ള വളങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയാ, കോഴിക്കാഷ്ടം കൊടുക്കുന്നുണ്ട്, മുട്ടയും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കോഴി വളർത്തൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും എല്ലാതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക. അപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.